ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക സങ്കടത്തോടു കൂടി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, വാസുദേവൻ അമ്മാവൻ ശരിക്ക് ജ്യോതിയുടെ കൂടെ ജീവിക്കുന്ന കാര്യം ഞാൻ അമ്മായിയോട് പറയേണ്ടിയിരുന്നില്ല. ജാനകി അമ്മായിയോട് അത് പറഞ്ഞത് കാരണമാണ് അവരിപ്പോൾ ജീവിതം തന്നെ വെറുത്ത് ഒന്നിനോടും താല്പര്യമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നത്. എല്ലാം എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ്. സാർ എന്നോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനകി അമ്മായിയുടെ അടുത്ത് ഈ ഒരു കാര്യം പറയണ്ട എന്ന്. എന്നിട്ടും ഞാൻ കേട്ടില്ല. ഞാൻ കാരണമാണ് ജാനകി അമ്മായിയുടെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ നശിച്ചത്. അപ്പോൾ സിദ്ധു അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്, ചന്ദ്രിക ഇനിയൊരു പക്ഷെ നീ പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ജ്യോതിക്കും അച്ഛനും തമ്മിലുള്ള ബന്ധം അമ്മ അറിയുക തന്നെ ചെയ്യില്ലേ? ഇപ്പം നീ എന്തിനാ കരയുന്നത്? അല്ല സാർ അത്രയധികം പറഞ്ഞിട്ടും ഞാൻ ജാനകി അമ്മായിയെയും കൂട്ടിയിട്ട് ജ്യോതിയുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. ഞാൻ ആ ഒരു തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജാനകി അമ്മയുടെ മനസ്സ് ഇത്രയധികം വേദനിക്കില്ലായിരുന്നു. ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സിദ്ധാർത്ഥ് മറുത്ത് കൂടുതലായിട്ട് പറയുന്നില്ല. ഒരുപക്ഷെ ചന്ദ്രിക അന്ന് അങ്ങനെ സംസാരിച്ചത് കൊണ്ടായിരിക്കാം ജാനകിക്ക് ഇത്രയധികം അത് ബാധിച്ചത് എന്ന് അവനും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അതുമാത്രമല്ല ആരതിയുടെ കല്യാണം മുടങ്ങിയതും ഞാൻ കാരണമാണെന്നാണ് ജാനകി അമ്മായി വിശ്വസിക്കുന്നത്. സത്യമായിട്ടും പറയാം സാർ, ആരതിയുടെ കല്യാണം നിന്നുപോയതിന് കാരണം ഞാനല്ല ആരതി കല്യാണം കഴിക്കാൻ വേണ്ടി പോയ പയ്യൻ്റെ വീട്ടിലേക്ക് വിളിച്ച് വിവരങ്ങളൊന്നും പറഞ്ഞത് മേഘയാണ് പറഞ്ഞത്. എന്നാൽ എല്ലാ തെളിവുകളും എനിക്കെതിരാക്കി വെച്ചിട്ടാണ് മേഘ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാനല്ല ഈ തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ജാനകി അമ്മായിയെ ബോധ്യപ്പെടുത്തും. സിദ്ധാർത്ഥ് മറുത്തൊന്നും പറയാതെ ചന്ദ്രിക പറയുന്നത് കേട്ട് നിൽക്കുവാണ്. അവനും അറിയായിരുന്നു ശരിക്കും ചന്ദ്രിക അല്ല ചെയ്തതെന്ന്. പക്ഷേ സിദ്ധുവിനും അതങ്ങോട്ട് ചന്ദ്രികയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് ജാനകി അമ്മായിയെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം വരുവാണ്. എങ്ങനെയാണ് ഞാൻ ജാനകി അമ്മായിയെ പഴയതുപോലെ ആക്കുക? ചന്ദ്രിക ചോദിച്ചപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക അച്ഛൻ അമ്മയോട് ചെയ്ത ദ്രോഹത്തെക്കാളും ഇപ്പോൾ അമ്മയെ വല്ലാതെ വേദനിപ്പിക്കുന്നത് ആരതിയുടെ കല്യാണം നിന്നുപോയത് ഓർത്തിട്ടാവും. ആരതിയുടെ നിന്നുപോയ കല്യാണം വീണ്ടും നടത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എൻ്റെ അമ്മയെ പഴയതുപോലെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഐഡിയ സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ചന്ദ്രികയ്ക്കും തോന്നുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് മേഘയുള്ള ചെറിയ വീടാണ്. അപ്പോൾ അവർ 3 പേരും കൂടി ഇരുന്ന് കോഫി കുടിക്കുകയാണ്. പക്ഷേ ആ സമയത്തൊക്കെ മേഘ ആകെ ടെൻസ്ഡായിട്ടാണ് ഉള്ളത്. ഒന്നാമത് അവളുടെ കമ്പനി കൂടി നഷ്ടപ്പെടുന്നുള്ള സാഹചര്യത്തിലാണ് അവളുള്ളത്. അപ്പോഴാണ് മനോഹരൻ പറയുന്നത്, അല്ല മേഘ, നമ്മൾ 3 പേരും ഇങ്ങോട്ടേക്ക് വന്നു, പക്ഷേ ജാനകി മാത്രം എന്താ ആ വീട്ടിൽ താമസിക്കുന്നത്? അതെങ്ങനെ ജാനകി മാത്രം ആ വീട്ടിൽ താമസിക്കുന്നത്? അത് തെറ്റല്ലേ? നീ എത്രത്തോളം സഹായങ്ങൾ ജാനകിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുള്ള നന്ദി പോലും ഇല്ലാതെ അവരവിടെ തന്നെ താമസിക്കുന്നത് തെറ്റല്ലേ? അവരെ കൂടി ഇങ്ങോട്ടേക്ക് വിളിക്ക്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മനോഹര, അവളവിടെ നന്നായിട്ട് ജീവിക്കുന്നത് നിനക്ക് പറ്റുന്നില്ലേ? അപ്പോൾ മനോഹരൻ പറയാണ്, ചേച്ചിക്കറിയില്ലേ, ആരും നന്നായിട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ എങ്ങനെ അവരെ മാത്രം വെറുതെ വിടുന്നത്? എൻ്റെ മനോഹര, നീ വിളിച്ചാലൊന്നും അവൾ വരാൻ പോകുന്നില്ല. അതെന്താ വന്നാൽ? വിളിക്കേണ്ട വിധത്തിൽ വിളിച്ചാൽ അവരിങ്ങോട്ടേക്ക് വരും. മനോഹരൻ കോൺഫിഡൻസോടു കൂടിയാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ മേഘയ്ക്കും മുത്തശ്ശിക്കും ചെറുതായിട്ടൊരു സംശയം തോന്നുവാണ്. ഇനിയൊരു പക്ഷേ തങ്ങൾ വിളിക്കാത്തത് കൊണ്ടായിരിക്കുമോ ജാനകി വരാത്തത് എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മനോഹരൻ കുടിച്ചുകൊണ്ടിരുന്ന കോഫിയുടെ ഗ്ലാസ്സൊക്കെ അവിടെ വെച്ചിട്ട് മേഘയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മേഘ, ജാനകി നിൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് നിനക്ക് ഉപകാരം. ജാനകി നമ്മളില്ലാതെ ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥ് ഈസി ആയിട്ട് ചന്ദ്രികയെ കല്യാണം കഴിക്കും. മേഘയുടെ മനസ്സിലേക്ക് വീണ്ടും ഓരോരോ ചിന്തകൾ വാരിയിടുകയാണ് മനോഹരൻ. ഇങ്ങോട്ട് നോക്ക് മേഘ, ബിസിനസ്സിൽ വേണമെങ്കിൽ ചന്ദ്രിക ജയിച്ചോട്ടെ, പക്ഷെ ജീവിതത്തിൽ അവൾ തോക്കണം. സിദ്ധാർത്ഥ് നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അവൻ ചന്ദ്രികയെ കല്യാണം കഴിച്ച് അവളുടെ കൂടെ ജീവിക്കാനേ പാടില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ജാനകി നിൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ എങ്ങനെയാ അമ്മാവ ജാനകി അമ്മായി ഇങ്ങോട്ടേക്ക് വിളിക്കുക? നീ എന്താ മേഘ ഈ പറയുന്നത്? നീ വിളിച്ചാൽ ജാനകി വരുമോ? ഇങ്ങോട്ട് നോക്ക്, അമ്മാവൻ പോയി അവൾക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത രീതിയിൽ 4 സംസാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് നോക്കിക്കോ. വലിയ ശൂരപരാക്രമിയായിട്ടാണ് മനോഹരൻ പോകുന്നത്. അത് കണ്ടപ്പോൾ തന്നെ മുത്തശ്ശി വിചാരിക്കുന്നുണ്ട് ഇത് വല്ലതും നടക്കുമോയെന്ന്. മേഘയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, ജാനകിയെ കൂട്ടുകിട്ടിയെങ്കിൽ മാത്രമേ സിദ്ധാർത്ഥിനെ ചന്ദ്രികയിൽ നിന്നും അകറ്റാൻ സാധിക്കുള്ളൂ. മനോഹരൻ മുറ്റത്ത് വന്ന് നോക്കുമ്പോൾ ജാനകി അവിടെ പൂന്തോട്ടത്തിൽ നിന്നും പൂ പറിക്കുകയാണ്. ആഹാ,
ഏട്ടത്തിയമ്മ ഇവിടെ നിന്ന് പൂ പറിക്കുകയാണല്ലേ, ശരി പോയി സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ജാനകിയുടെ അടുത്തേക്ക് വരുവാണ്. ജാനകിയാണെങ്കിൽ ആകെ എന്തൊക്കെയോ മനസ്സ് കലങ്ങിയ അവസ്ഥയിലാണല്ലോ ഉള്ളത്. അപ്പോൾ ജാനകിയുടെ അടുത്ത് വന്നിട്ട് വലിയ ആളെപ്പോലെയാണ് മനോഹരൻ സംസാരിക്കുന്നത്. എന്താ ഏട്ടത്തിയമ്മേ, മേഘയെ വീട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കി, എന്നിട്ട് നിങ്ങളെന്താ മേഘക്കൊപ്പം ഇറങ്ങി വരാത്തത്? അതെന്താ, മേഘമുള്ള വീട്ടിലല്ലേ നിങ്ങളും നിൽക്കേണ്ടത്? ജാനകി നല്ല ദേഷ്യത്തോടെയാണ് മനോഹരനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, മേഘ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം മറന്നിട്ട് നിങ്ങളിങ്ങനെ മഹേന്ദ്രൻ്റെ വീട്ടിൽ താമസിക്കുന്നത് ശരിയാണോ? മനോഹരനോട് മറുപടി ഒന്നും പറയുന്നില്ലെങ്കിലും ജാനകിയുടെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഏട്ടത്തിയമ്മ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല, ഇപ്പം തന്നെ എൻ്റെ കൂടെ വാ. മനോഹരൻ കൽപ്പിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. ജാനകിയുടെ നോട്ടം കണ്ടപ്പോൾ മനോഹരൻ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തിയമ്മ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നത്? മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. അവർ എങ്ങനെയെങ്കിലും നിങ്ങളെ കൂടി ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കും. മഹേന്ദ്രൻ ഒരു ഫ്രോഡാണ്. അയാളുള്ള വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും നല്ലത് ചത്തുപോകുന്നതാ. തൻ്റെ ഏട്ടനെക്കുറിച്ചാണ് മനോഹരൻ പറയുന്നതെന്ന് കേട്ടതും ജാനകിയുടെ ഉള്ളിലുള്ള ദേഷ്യം അത്രയും മുഖത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവന് എന്ത് യോഗ്യതയാണുള്ളത് എൻ്റെ ഏട്ടനെക്കുറിച്ച് പറയാൻ എന്നൊരു മുഖഭാവമായിരുന്നു ജാനകിക്ക്. എന്നാൽ മണ്ടനായ മനോഹരൻ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും മഹേന്ദ്രൻ്റെ കുറ്റം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം ക്ഷമ കെട്ടപ്പോൾ ജാനകി പറയുന്നുണ്ട്, അനിയ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ. അപ്പോൾ ഭയങ്കര സ്നേഹത്തോടു കൂടി മനോഹരൻ താഴോട്ടേക്ക് പോവുകയാണ്. ആ എന്താ ഏട്ടത്തി അമ്മേ? വലിയ ആളെപ്പോലെയാണ് പോയത്. പക്ഷേ ആ നിമിഷം തന്നെ ജാനകിയുടെ കൈ മനോഹരനെ കവിളിൽ വന്ന് പതിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഒന്നൊന്നര അടിയായിരുന്നു അടിച്ചത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഒരു പ്രാവശ്യം കൂടി എൻ്റെ ഏട്ടനെക്കുറിച്ച് എന്നോട് വന്ന് മോശമായി സംസാരിച്ചാൽ കൊന്നുകളയും ഞാൻ നിന്നെ. അയ്യയ്യോ! മനോഹരൻ തല്ലുകൊണ്ട് കവിളിൽ കൈവച്ചിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആണാണെന്ന് പോലും നോക്കാതെ എൻ്റെ കവിളിൽ ആഞ്ഞു തല്ലിയല്ലോ. എന്നിട്ടും മനോഹരൻ വിടാൻ പാവമില്ല. ഏട്ടത്തിയമ്മേ, ഞാൻ വിളിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ വരാത്തത്? വിളിക്കേണ്ട ആൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വരും. ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞിട്ട് വീട്ടിൻ്റെ നേരെ പോവുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, പോടാ, എൻ്റെ കൺമുന്നിൽ ഇനി വരാൻ പാടില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ മനോഹരൻ കൈ ഇങ്ങനെ കവിളിൽ വെച്ചിട്ട് പറയാണ്, അയ്യോ, ചെവിയിൽ നിന്ന് പൊന്നീച്ച പറന്നുപോയി, ഏതടിയാ അടിച്ചത്? എന്നിട്ട് മനോഹരൻ്റെ കുബുദ്ധി തോന്നുവാണ്, ഞാൻ വാങ്ങിയ പോലെ അടി എൻ്റെ ചേച്ചിക്കും വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ വീട്ടിനകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പോഴും മുത്തശ്ശി മേഘ അതേ ഇരിപ്പിൽ തന്നെയാണുള്ളത്. ചേച്ചി എന്താടാ, ജാനകി വരില്ല എന്ന് പറഞ്ഞോ? മുത്തശ്ശി കൂളായിട്ട് ചോദിക്കുകയാണ്. ഏയ്, വരില്ല എന്നൊന്നും പറഞ്ഞില്ല. വയസ്സിന് മൂത്തതല്ലേ മാലതി ചെറിയമ്മ. ചെറിയമ്മ വന്ന് വിളിച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ചേച്ചി പോയി വിളിച്ചു നോക്ക്. അപ്പോൾ മുത്തശ്ശിക്ക് സംശയമാവുകയാണ്. സത്യമായിട്ടും? ആ, സത്യമായിട്ടും. പക്ഷേ നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ടല്ലോ. അയ്യോ എൻ്റെ ചേച്ചി, സംശയമോ? ആ സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി. ചേച്ചിക്ക് സംശയമുണ്ടെങ്കിൽ ചേച്ചി പോയി ഏട്ടത്തെ അമ്മയെ ഒന്ന് വിളിച്ചു നോക്ക്, അപ്പോൾ മനസ്സിലാവും. എന്നിട്ടും മുത്തശ്ശിക്ക് ചെറുതായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ മേഘ പറയുന്നുണ്ട്, മുത്തശ്ശി, അമ്മാവൻ കാര്യമായിട്ടല്ലേ പറയുന്നത്? നിങ്ങൾ പോയിട്ട് ജാനകി അമ്മയെ കൂട്ടിയിട്ട് വാ. ആ, പോയി കൂട്ടിയിട്ട് വാ. മനോഹരനും പറയുന്നുണ്ട്, അമ്മായി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ? മേഘ ചോദിച്ചപ്പോൾ അത് ശരിയാണെന്ന് മാലതി മുത്തശ്ശിക്കും തോന്നുന്നുണ്ട്. അപ്പം തന്നെ മുത്തശ്ശിക്ക് ചെറുതായിട്ടൊരു സംശയം തോന്നുന്നുണ്ട്, ഈ മനോഹരൻ എനിക്കിട്ടെന്തോ പണി തരുന്നതാണോ? അപ്പോൾ മനോഹരൻ മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി പോയി വിളിച്ചു നോക്ക്. അതുമാത്രമല്ല, മഹേന്ദ്രൻ്റെ 4 കുറ്റം കൂടി പറഞ്ഞു നോക്ക്. അതുകൂടി കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഏട്ടത്തിയമ്മ നമ്മുടെ കൂടെ വരും. മേഘയും മനോഹരനും ഇടതും വലതും നിന്നിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ മുത്തശ്ശി പോയി കൂട്ടി വിളിക്കാൻ വേണ്ടി പോവുകയാണ് ജാനകിയെ. മുത്തശ്ശി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയ സമയത്ത് മനോഹരൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ചേച്ചി പോയിട്ട് ജാനകിയുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങിക്കുന്നത് ഞാൻ നേരിട്ട് കാണണം. മേഘ വാ എന്നും പറഞ്ഞിട്ട് ചേച്ചിയുടെ പിന്നാലെ തന്നെ മേഘയും വിളിച്ചുകൊണ്ട് മനോഹരൻ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയാണെങ്കിൽ രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ടാണ് ജാനകിയുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ജാനകി അവിടെ ഇരുന്നിട്ട് പൂവിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാനകിയുടെ അടുത്തേക്ക് പോയിട്ട് ചേച്ചി സ്നേഹത്തോട് ചോദിക്കുന്നുണ്ട്, ജാനകി എങ്ങനെയുണ്ട് ജാനകി, സുഖാണോ? പക്ഷേ ജാനകിയുടെ മുഖത്ത് നല്ല ദേഷ്യമായിരുന്നു. ജാനകി ആ ഒരു ദേഷ്യത്തോടെ തന്നെയാണ് തിരിച്ച് സംസാരിക്കുന്നത്. എന്താ കാര്യം, പറ ചെറിയമ്മേ. നീ നന്നായിട്ട് തന്നെയാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ മഹേന്ദ്രനുള്ള വീട്ടിൽ നീ എങ്ങനെയാണ് നന്നായിട്ടിരിക്കുക?
അനിയൻ്റെ പിന്നാലെ ചേച്ചിയും വന്നിട്ട് ഏട്ടനെക്കുറിച്ച് കുറ്റം പറയുന്നത് കേട്ടപ്പോൾ ജാനകിക്ക് ഇങ്ങനെ ദേഷ്യം അരിച്ച് കയറുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ മുത്തശ്ശി വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മഹേന്ദ്രൻ്റെ കുറ്റം. മഹേന്ദ്രൻ വളരെയധികം വൃത്തികെട്ടൊരുത്തനാണ്, അവന് സ്വാർത്ഥനാണ്. ജാനകി ഇങ്ങനെ ചെറിയമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചെറിയമ്മയാണെങ്കിൽ നിർത്താതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ അച്ഛൻ്റെ ബുദ്ധിയല്ലേ അവനും ഉണ്ടാവുള്ളൂ. മനോഹരൻ എണ്ണി എണ്ണി കാത്തു നിൽക്കുകയാണ് ചേച്ചിയുടെ മുഖത്ത് തല്ലി വീഴുന്നത് കാണാൻ. അതേസമയം മേഘയാണെങ്കിൽ ജാനകി അമ്മായി മുത്തശ്ശിക്കൊപ്പം തങ്ങളുടെ കൂടെ വരുന്നു വിചാരിച്ചിട്ടാണ് നോക്കി നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ നിർത്താതെ ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്ക് ജാനകി, നീ മഹേന്ദ്രനെ ഒരു കാര്യത്തും വിശ്വസിക്കരുത്. അതുകൂടി ആയപ്പോഴേക്കും ജാനകിയുടെ കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നു. ജാനകി പറയുന്നുണ്ട്, ചെറിയമ്മേ ഒന്ന് ഇങ്ങോട്ടേക്ക് വരാമോ? ഓ എന്താ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും ഒന്ന് താഴെ നിന്ന് കൊടുക്കുകയാണ് ജാനകിയുടെ അടുത്തേക്ക്. എന്താ മോളെ എന്ന് ചോദിച്ചിട്ട് എന്തോ സംസാരിക്കാനാണെന്നുള്ള രൂപേണയാണ് പോയി നിൽക്കുന്നത്. പക്ഷേ മനോഹരന് കൊടുത്തതുപോലെ തന്നെ ഠേ എന്നും പറഞ്ഞ് ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മുഖത്ത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അടിയായതുകൊണ്ട് തന്നെ മുത്തശ്ശി വല്ലാതെ പരിഭ്രമിച്ച് പേടിച്ചു പോയി കൈ അങ്ങനെ വെച്ച് നിൽക്കുകയാണ്. അതിനേക്കാൾ ഉപരി മേഘ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ചത് കൊണ്ട് മനോഹരനൊരു ഞെട്ടലുണ്ടായിരുന്നില്ല, കണ്ടതിൻ്റെ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശി തല തിരിച്ച് മേഘയെയും മനോഹരനെ നോക്കുകയാണ് കൈ കവിളിൽ വെച്ചുകൊണ്ട്. അവരാകെ വല്ലാതെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, അയ്യോ ഇത് തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. അത് കേട്ടപ്പോൾ മേഘ ഇങ്ങനെ ആശ്ചര്യത്തോടെ അയാളെ നോക്കുവാണ്. എന്താ അമ്മാവ ഈ പറയുന്നത്? ജാനകി അമ്മായി മുത്തശ്ശിയെ കവിളിൽ തല്ലുകയാണ് ചെയ്തത്. മേഘ, ഞാൻ പോയ സമയത്തും ഏട്ടത്തി അമ്മ എന്നെ തല്ലിയതാ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അമ്മാവ മുത്തശ്ശിയെ കൂടി പറഞ്ഞു വിട്ടത്? അത് പിന്നെ മാലതി ചേച്ചി കൂടി ജാനകി ചേച്ചിയുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങിക്കുന്നത് എനിക്ക് കാണണ്ടേ, അതിനു വേണ്ടിയാ ചേച്ചിയോട് കൂടെ പോകാൻ പറഞ്ഞത്. അയ്യോ എന്തൊക്കെ അമ്മാവ നിങ്ങളീ പറയുന്നത്? അയ്യോ. അപ്പോൾ ജാനകി ദേഷ്യത്തോടെ മാലതി ചെറിയമ്മയോട് പറയുന്നുണ്ട്, എൻ്റെ ഏട്ടനെ പറ്റി എൻ്റെ അടുത്ത് വന്ന് മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മനോഹരൻ്റെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുത്ത കാര്യം അവൻ വന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? അത് കേട്ടപ്പോൾ മാലതി മുത്തശ്ശി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ടാണോ അവൻ എനിക്ക് പണി തന്നത് എന്ന അർത്ഥത്തിൽ. എന്നിട്ട് അങ്ങോട്ടേക്ക് മനോഹരൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നുമുണ്ട്. മനോഹരൻ വാ പൊത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ജാനകി അവസാനമായിട്ടുള്ള വാണിംഗ് കൊടുക്കുകയാണ്, ഇനി ഒരു പ്രാവശ്യം കൂടി എൻ്റെ ഏട്ടനെക്കുറിച്ച് മോശം പറയാൻ വേണ്ടി ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ ഇത് തന്നെയായിരിക്കും ഗതിയെന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറഞ്ഞ സമയത്ത് മുത്തശ്ശി ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇവരുടെ നേരെ നോക്കി മേഘയെയും മനോഹരനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ മനസ്സ് പറയുന്നുണ്ട്, ചേച്ചി നല്ല ദേഷ്യത്തിലാണല്ലോ വരുന്നത്. ചേച്ചിയുടെ വരവ് കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലാനുള്ളതാണെന്നാണ് തോന്നുന്നത്. മിക്കവാറും എന്നെ ചവിട്ടി കൂട്ടും. മനോഹര, വേഗം ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കോടാ. അപ്പം മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ദുഷ്ടൻ, അവൻ അടി കിട്ടിയത് പോരാഞ്ഞി എനിക്കും കൂടി അടി വാങ്ങി തന്നു. അവനെ ഞാനിന്ന് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും മനോഹരൻ പറയുന്നുണ്ട്, അയ്യയ്യോ ഞാൻ എസ്കേപ്പ് ആവുകയാണ് എന്നും പറഞ്ഞ് അവിടുന്ന് ഓടുവാണ്. ഡാ മനോഹര, നിൽക്കടോ അവിടെ. അപ്പോഴേക്കും മനോഹരൻ ഓടി ദൂരത്തോട്ട് എത്തിയിട്ട് ചേച്ചിയെ തിരിഞ്ഞു നോക്കുകയാണ്. ആ, നീ ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചല്ലേ? തിരിച്ച് നീ ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരിക? നിന്റെ 2 കാലും വെട്ടി ഞാൻ സൂപ്പുണ്ടാക്കും. പറ്റുവാണെങ്കിൽ പിടിച്ചോ ചേച്ചി, ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് മനോഹരൻ ഓടിപ്പോവാണ്. മേഘയാണെങ്കിൽ ഒന്നും പറയാതെ പേടിയോടുകൂടി ജാനകിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്നെ അവളെ അടിച്ചടി, നോക്കിയിട്ട് ഇങ്ങനെ നിന്നോ കൽപ്രതിമ പോലെ, എൻ്റെ തലയിലെഴുത്ത് എന്നും പറഞ്ഞ് പ്രാഗിക്കൊണ്ട് മുത്തശ്ശി അകത്തേക്ക് പോവുകയാണ്. മേഘയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതേസമയം വലിയ വീട്ടിലാണെങ്കിൽ ചന്ദ്രിക പഴയതുപോലെ തന്നെ അടുക്കളയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. സുന്ദരി വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ചന്ദ്രിക കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് നീ ഒന്ന് ചന്തയിൽ പോയിട്ട് പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വാ. എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശന് സൂപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള സാധനങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ചന്തയിലേക്ക് വിടുകയാണ് സുന്ദരിയെ. സുന്ദരി അവിടുന്ന് പോയതിന് ശേഷം ചന്ദ്രിക അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സിദ്ധുവിൻ്റെ കൈ നിറയെ ഒരുപാട് കെട്ടുകളുണ്ടായിരുന്നു. അവൻ ഓടി വന്ന് ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക പാചകം ആരംഭിച്ചോ? ഇല്ല സർ, സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി സുന്ദരിയെ വിട്ടതേ ഉള്ളൂ, ഇനി തുടങ്ങണം. ആഹാ, എന്നാൽ പിന്നെ ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഓരോരോ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ആദ്യത്തെ ബൗളിൽ ആടിൻ്റെ, അതായത് മട്ടൻ്റെ ഇറച്ചിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് നോക്ക് ചന്ദ്രിക, ഇത് ആടിറച്ചിയാണ്, മനസ്സിലായോ?
ഇത് അതിനുശേഷം പിന്നീട് ചിക്കനും പിന്നീട് ഞണ്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക ഇതൊക്കെ അമ്മായിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ചന്ദ്രിക ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സിദ്ധുവിൻ്റെ അമ്മായി എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ലക്ഷ്മിയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് സിദ്ധു ഓർത്തിട്ട് പറയുന്നുണ്ട്, അയ്യോ എൻ്റെ അമ്മായിയല്ല, നിൻ്റെ അമ്മായി, അതായത് എൻ്റെ അമ്മ ജാനകി അമ്മായിക്ക് ഇതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ മട്ടനും ചിക്കനും ഞണ്ടും പ്രോൺസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്നിട്ട് സിദ്ധു പറയുന്നുണ്ട്, ഇതൊക്കെ അമ്മയുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളാ. അല്ല സർ, ഇതൊക്കെ ഇന്ന് ഒരു ദിവസം തന്നെ ഉണ്ടാക്കാനുള്ളതാണോ? അതെ ചന്ദ്രിക. അല്ല സർ, ഒരു ദിവസം ഇത്രയധികം സാധനങ്ങൾ വേണോ? ചന്ദ്രിക, എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അതെന്താ കാരണം സർ? അതായത് ചന്ദ്രിക, ഇതൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റങ്ങളാണ്. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ നീ പാചകം ചെയ്ത് അമ്മയ്ക്ക് കൊടുത്തുന്ന് വെക്കേ, അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യം മാറി അമ്മ നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. അതല്ലേ നമുക്കും വേണ്ടത്. നിൻ്റെ പാചകത്തിൽ എൻ്റെ അമ്മ വീണു പോവണം, അത്രയേ ഉള്ളൂ. അപ്പോഴേ ഞാൻ വിചാരിച്ചത് നടക്കുള്ളൂ. സിദ്ധു അവിടെ നിന്നപ്പോൾ ചന്ദ്രിക വെറുതെ ചോദിക്കുകയാണ്, അല്ല സർ, നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്താ ചന്ദ്രിക, ഞാൻ വേറെന്താ ചിന്തിക്കേണ്ടത്? നമ്മുടെ രണ്ടുപേരുടെയും കല്യാണത്തെ പറ്റിയാണ്. ചന്ദ്രികയും സിദ്ധുവും നാണത്തോടെ പരസ്പരം നോക്കുവാണ്. എന്നിട്ട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ഇതിനു വേണ്ടിയാണോ സാർ ഇത്രയധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നത്? അതെ, എൻ്റെ അമ്മയും നീയും എത്ര കാലം ഇതുപോലെ ദേഷ്യപ്പെട്ട് ജീവിക്കുക? എന്നാലല്ലേ നമ്മുടെ കാര്യം നടക്കുള്ളൂ. ഓക്കെ ചന്ദ്രിക, നീ ഈ ഐറ്റങ്ങളൊക്കെ നന്നായി അടിപൊളിയായി പാചകം ചെയ്ത് എൻ്റെ അമ്മയെ ഇമ്പ്രസ് ചെയ്യാൻ നോക്ക്. ഓക്കെ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോകുമ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ശരി സർ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.